ചെറായി മുനമ്പൻ റൂട്ടിലെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ ചെറായി ബീച്ച് നമുക്കൊരു ഓർമ്മയായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. ചെറായി ബീച്ചിൽ നിന്നും മാറി ഒരു 100 മീറ്റർ അകലെ, അതായത് പുലിമുട്ടിലേക്ക് പോണ വഴിയാണ്, മുനമ്പത്തേക്ക് പോകുന്ന വഴി. അവിടെയാണ് ഈ കടൽ കയറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും എത്ര രൂക്ഷമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം തിരമാല അതിശക്തമായിട്ടാണ് അടിക്കുന്നത്. അതുമൂലം റോഡിലേക്ക് മണൽ ഒരു കൂമ്പരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മണൽ മാത്രമല്ല, നമ്മ വലിച്ചെറിയുന്ന വേസ്റ്റുകളെല്ലാം കടലിപ്പോൾ നമുക്ക് തിരിച്ചു നൽകുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് മാറി ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതെത്ര വളരെ രൂക്ഷമായ ഒരു അവസ്ഥയാണെന്നുള്ളത്. ഈ അവസ്ഥ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി എടുത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം അവിടെ അടുത്തുള്ളൊരു ചേട്ടൻ സ്വന്തം വീട്ടിലേക്ക് കയറുന്ന വെള്ളത്തിന് തടയണയായിട്ട് കുറച്ച് മണ്ണ് വലിച്ചു കയറ്റുന്നൊരു അവസ്ഥ ഞങ്ങൾ അവിടെ കണ്ട്. പുള്ളി കുറെ നേരമായിട്ട് മണ്ണ് അവിടെ വലിച്ചിടുന്നുണ്ട്. പക്ഷെ പിന്നെയും തിരമാല വന്നത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളും അങ്ങനെ പല സാധനങ്ങളും നാശമായിട്ട് കിടക്കുന്നതൊക്കെ കാണാൻ കഴിയും. ഈ വീഡിയോയിൽ കാണുന്നതിലും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം നമുക്ക് വീഡിയോ ചിത്രീകരിക്കാൻ വരാൻ പറ്റില്ല. കാരണം അത്രക്കും ശക്തമായ രീതിയിലാണ് തിരമാല അടിക്കുന്നത്. കടൽ ഭിത്തികൾക്ക് മുകളിലൂടെയാണ് തിരമാല വരുന്നത്, അതും വളരെ ശക്തമായ രീതിയിൽ തന്നെ. ആദ്യം കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചത് അവിടുത്തെ നാട്ടുകാർ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ. കാരണം അതിശക്തമായ രീതിയിൽ വരുന്ന തിരമാല നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എത്രയധികം ശക്തിയാണെന്ന്. കാരണം ഞങ്ങളവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം മഴയില്ലാത്തൊരു സമയം നോക്കിയാണ് ഞങ്ങൾ പോയത്. കാരണം മഴയത്ത് ഇതിലും വലിയ രീതിയിലാണ് തിരമാല അടിക്കുന്നത്. തിരമാലയുടെ ഒപ്പം തന്നെ വരുന്നത് കല്ലും ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കും മരത്തടികളും എല്ലാം കൂടിയാണ് വരുന്നത്. വീഡിയോ ചിത്രീകരിക്കാൻ പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചു പോകുന്നത് നല്ലതായിരിക്കും. മഴയുള്ള സമയത്ത് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മഴയുള്ള സമയത്ത് നമുക്കതിലെ യാത്ര വളരെ ദുഷ്കരമാണ്. കാരണം വളരെ ശക്തമായ രീതിയിലാണ് തിരമാല അടിക്കുന്നത്. പുലിമുട്ടിൻ്റെ അളവ് ഇത്തിരി കൂട്ടിയത് കൊണ്ടാണ്, ഈ നീട്ടം കൂട്ടിയത് കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഇവിടെ വന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കാരണം ഞങ്ങളവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് നേരെ വരുന്ന വളരെ ശക്തമായ തിരമാല വെറുതെ അടിക്കുന്നത്. അതിൽ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ കല്ല്, മരത്തടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് വരുന്നത്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ്. മഴയൊന്ന് മാറി കുറച്ച് തിരമാലക്കൊരു ശമനം വന്നപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത്. മഴയത്തും അതുപോലെ തന്നെ കാറ്റുള്ള സമയത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. അത്രയും ശക്തമായ രീതിയിലുള്ള തിരമാലകളാണ് അടിക്കുന്നത്. ചെറായി മെയിൻ ബീച്ചിൽ നിന്നും വെറും 100 മീറ്റർ അകലെയാണ് ഈ കാണുന്നൊരവസ്ഥ. നാളെ ഇത് ചെറായി ബീച്ചിലേക്കും അവിടത്തെയുള്ള പ്രദേശവാസികൾക്കും വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു അവസ്ഥ പോകുന്നത്. ചെറായി ബീച്ചിൽ നിന്നും പുലിമുട്ടിലേക്ക് ഒരിക്കലെങ്കിലും പോയവർക്ക് അറിയാൻ കഴിയുന്നൊരു വളരെ ശാന്തമായൊരു പ്രദേശമായിരുന്നത്. വലിയ രീതിയിലൊന്നും തിരമാലകളോ വേറെ ഒരു രീതിയിലുള്ള തടസ്സങ്ങളോ ഇല്ലാതിരുന്നൊരു വഴിയായിരുന്നത്. ആ ഒരു റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റോഡിൻ്റെ ഒരു പൊടി പോലും ഇല്ല അവിടെ കണ്ടുപിടിക്കാനായിട്ട്. കാരണം അത്രയും മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുകയാണ് അവിടെ. മണൽ മാത്രമല്ലാണ്ട് ഈ കാണുന്നത് നിറച്ച് വേസ്റ്റാണ്. അതിലൂടെ നമുക്ക് ബൈക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് വണ്ടി സ്ലിപ്പാവാനും ഒരുപാട് അപകടങ്ങളും അതിനകത്ത് പതിയിരിപ്പുണ്ട്. അപ്പോൾ ബൈക്കിനൊക്കെ പോകുന്നവർ സൂക്ഷിച്ചു പോകുക. പിന്നെ മഴയുള്ള സമയങ്ങളിൽ ഇവിടെ മാക്സിമം പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും ശക്തമായ രീതിയിലാണ് തിരമാല അടിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും ആ തിരമാലയുടെ ശക്തി എന്തോരം ഉണ്ടെന്നുള്ളത്. ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എത്ര ഭയാനകമാണെന്നുള്ളത്. നമ്മൾ വാർത്തയിൽ കണ്ടതുപോലെ കണ്ണമാലിയിലും ചെല്ലാനത്തൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് ഇനി ചെറായിലും കാത്തിരിക്കുന്നത്. കുറച്ചു നേരം അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നേരെ നല്ല രീതിയിലുള്ള തിരമാല അടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു, മോൻ ഇവിടെ നിന്ന് നിൽക്കണ്ട. കാരണം തിരമാല എത്ര ശക്തിയാണ് അടിക്കുന്നതെന്ന് അവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല. കാരണം അവര് ആ തിരമാല കണ്ട് വളർന്നവരാണ്. അവർക്ക് വരെയും ആ ഒരു തിരമാല അത്രയും ഭയാനകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥ എത്ര ഭയാനകമാണെന്നുള്ളത്. കുറച്ചു നേരത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം തിരമാലയുടെ ശക്തി കൂടിയാണ് വരുന്നത്. കാറ്റ് കൂടുന്നതനുസരിച്ച് തിരമാലയുടെ ശക്തി കൂടിയാണ് വരുന്നത്. പിന്നെ മഴയും പെയ്യാൻ തുടങ്ങിയതോടെ അവിടെ നിന്ന് ചേട്ടൻ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, മോനെ ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിന്ന് പൊക്കോളാനായിട്ട്. കാരണം തിരമാല
അത്ര ശക്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തത്. അതിസാഹസികമായിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരമാല അടിക്കുന്നത് കാണുന്നത്. കാരണം ഞങ്ങൾ ഒരു മിക്ക ഞായറാഴ്ചയും ശനിയാഴ്ചയും ഞാൻ പോകുന്നൊരു വഴിയാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് ഇതുവരെയും അനുഭവപ്പെടാത്തൊരു അനുഭവമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നത്. കാരണം അത്രയും ശക്തമായ രീതിയിലാണ് തിരമാല വന്ന് മേട്ടടിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ വീഡിയോയിൽ കാണുന്നുണ്ട്, ആ ദൂരെ കാണുന്നൊരു വണ്ടിയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നാക്കുന്ന KSEBക്കാരെയാണ് നിങ്ങൾ കാണുന്നത്. അവർ കുറേ നേരമായിട്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവിടെ അതിശക്തമായ രീതിയിലാണ് തിരമാല അടിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങിയതോടെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു. കാരണം അവിടെ നിന്ന് ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇനി ഇവിടെ നിൽക്കണ്ട, കാരണം തിരയുടെ ശക്തി വളരെയധികം കൂടുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചെറായി ബീച്ചിലേക്ക് വണ്ടി എടുത്ത്. ഈ കാണുന്ന വേസ്റ്റൊക്കെ അതിശക്തമായ തിരമാലയിൽ വന്നിടിഞ്ഞ് കൂടിയാക്കുന്നതാണ്. ഞങ്ങൾ നേരെ ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നിന്നും ചെറായി ബീച്ചിലേക്ക് എത്ര ദൂരമുണ്ടെന്നുള്ളത്. വളരെ പതുക്കെയാണ് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടി സ്ലിപ്പായി പോകും. കാരണം മണലാണ് കിടക്കുന്നത്. ഈ കിടക്കുന്ന മരത്തടികളൊക്കെ തിരമാലയിൽ വന്നാക്കുന്നതാണ്. പിന്നെ ഇത്രയും നാളും വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെയാണ് തിരമാല ഇത്രയും ആർത്തുലച്ച് വരുന്നത്. മഴയൊന്ന് ശമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. മഴയത്ത് നമുക്ക് ഈ കാണുന്നൊന്നല്ല, ഇതിലും ഒരു 2 ആൾ പൊക്കത്തിലേക്കാണ് വെള്ളം വരുന്നത്. ഇത് നേരെ ഞങ്ങൾ പോകുന്നത് ചെറായി ബീച്ചിലേക്കാണ്. ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് ചെറായി ബീച്ചിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ചെറായി ബീച്ചിൽ നിന്നും പുലിമുട്ടിലേക്ക് പോകുന്ന വഴി. കാരണം ചെറായി ബീച്ച് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ അകലെ കാണുന്ന ശാന്തമായ ഒരു പ്രദേശത്താണ് എല്ലാവരും വന്നിരുന്നത്. ആ സ്ഥലമാണ് ഇപ്പം ഇങ്ങനെ തിരമാലകൾ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചെറായി ബീച്ച്. ഇവിടെ നിന്നും വെറും 100 മീറ്റർ അകലെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ട കടലിൻ്റെ പ്രതിഭാസം. തിരമാല എത്ര ശക്തിയോടെ അടിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടത്. കാരണം അവിടെ അത്ര ചേർന്നാണ് കടൽ പോകുന്നതെന്നുണ്ടെങ്കിലും അവിടെ വെറും 100 മീറ്റർ അകലെയാണ് ചെറായിൽ നിന്നും, അതായത് ചെറായി മെയിൻ ബീച്ചിൽ നിന്നും വെറും 100 മീറ്റർ അകലെയാണ് ഈ പറയുന്ന തിര ആഞ്ഞടിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെറായി ബീച്ചിലും തിര എത്ര ശക്തമായിട്ട് അടിക്കുന്നതെന്ന് കാണാൻ കഴിയും. കാരണം ഒരു മഴയൊന്ന് കനത്ത് കഴിഞ്ഞാൽ തന്നെ തിരമാല വരുന്നത് വളരെ ശക്തമായ രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ തവണ വളരെ ശക്തമായ രീതിയിലാണ് തിരമാല പല സ്ഥലങ്ങളിലും അടിക്കുന്നത്. അതും വളരെ ശക്തമായി തന്നെ വേസ്റ്റുകളും അടിഞ്ഞു കൂടുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റോഡും അതുപോലെ തന്നെ ഇവിടുത്തെ ജനവാസവും വളരെ ദുഷ്കരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ ഒരു അവസ്ഥ തുടർന്നാൽ ചെറായി ബീച്ച് വരും കാലങ്ങളിൽ ഒരു ഓർമ്മയായി മാറാൻ സാധ്യതയുണ്ട്.